ഹായ്, ഗുഡ് മോർണിംഗ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് തേർഡ് സെമസ്റ്റർ BCom ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന കോഴ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനീഷൻ, ഒബ്ജക്റ്റീവ്സ്, റോൾസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. നെക്സ്റ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്, മാനേജീരിയൽ ഫങ്ഷൻസ് ആൻഡ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. എന്താണ് മാനേജീരിയൽ ഫങ്ഷൻസ്? നമ്മൾക്കറിയാം, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഈസ് എ പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷണൽ മാനേജ്മെൻറ്റ്. സോ ഹി മസ്റ്റ് പെർഫോം ദ ബേസിക് മാനേജീരിയൽ ഫങ്ഷൻസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഓർഗനൈസേഷണൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് HR മാനേജർ ചെയ്യണം. അതിൽപ്പെട്ടതാണ് മാനേജീരിയൽ ഫങ്ഷൻസ്. എന്തൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേഷൻ, കൺട്രോളിങ്. ഇതിലെല്ലാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്ലാനിങ്ങിൽ എന്ത് ചെയ്യുന്നു? It is the determination of human resource needs, manpower requirements in advance, its objectives, policies and programs. ഒരു ഓർഗനൈസേഷൻ്റെ പ്രീഡിറ്റർമിൻഡ് ആയിട്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്സിൻ്റെ പ്ലാൻ നീഡ്സ് അല്ലെങ്കിൽ മാൻ പവർ റിക്വയർമെൻറ്റ്സ് ഇതെല്ലാം പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുക. അവരുടെ ഒബ്ജക്റ്റീവ്സ്, ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, പോളിസീസ് സെറ്റ് ചെയ്യുക, അവരുടെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സെക്കൻഡ് ഫംഗ്ഷൻ, ഓർഗനൈസിങ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് ടാസ്ക് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ അച്ചീവിങ്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് കമ്പനിയുടെ ഹ്യൂമൻ റിസോഴ്സസിന് അവരുടെ ടാസ്ക്, അവർ ചെയ്യേണ്ട ജോബുകൾ അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത്, നമ്മൾ ടാസ്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ അതിന് വേണ്ടിയിട്ട് അവരെ ഡയറക്റ്റ് ചെയ്യുക, അതായത് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, എങ്ങനെ ചെയ്യണം എന്നുള്ള ഗൈഡൻസ് കൊടുക്കുക, അവരെ ഇൻസ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇസ് കോർഡിനേഷൻ. അല്ലേ, നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോർഡിനേറ്റ് ചെയ്യുക ആ ഡ്യൂട്ടീസ് എല്ലാം, അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഡ്യൂട്ടീസ്, അതിൻ്റെ ടാസ്കുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് കൺട്രോളിങ്. It involves the observation, comparison and evaluation of the workers' performance with the predetermined standard. നമ്മൾ മുമ്പേ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡിനനുസരിച്ച് വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വർക്കേഴ്സ് എത്രത്തോളം വർക്ക് ചെയ്ത് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്, അതായത് ഇങ്ങനെയെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെയാണോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച്. ഇവാലുവേഷൻ ഓഫ് ദ വർക്കേഴ്സ് പെർഫോമൻസ് വിത്ത് പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്. മുമ്പേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡിൽ അവരെ വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാനേജീരിയൽ ഫംഗ്ഷൻ്റെ ലാസ്റ്റ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഈസ് operative function. Operative function means the operative functions are those tasks or duties which are specifically entrusted to the human resource or personal department. പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിലെ അല്ലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ മെയിൻ ഫംഗ്ഷനാണ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ മെയിൻ ഫങ്ഷൻസ്? എന്തൊക്കെയാണ്? പ്രൊക്യൂർമെൻറ്റ് മീൻസ് റൈറ്റ് person should be appointment at the right place at the right time. അതായത് നമ്മൾ ഒരു ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ ഒരാളെ റൈറ്റ് ടൈമിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? റൈറ്റ് ആയിട്ടുള്ള ജോബിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരാളെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജോബ് അവർക്കുണ്ടായിരിക്കും. ആ ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് നൽകുക അല്ലെങ്കിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രോപ്പർ
training should be given to increasing their skills and abilities. കോമ്പൻസേഷൻ അവരുടെ ജോബിന് അവർക്ക് വേണ്ട സാലറി വേജ് കൊടുക്കുക എന്നുള്ളതാണ്. ദ എംപ്ലോയീസ് മസ്റ്റ് ഗെറ്റ് ദ ആഡിക്വേറ്റ് ആൻഡ് ഇക്വിറ്റബിൾ റെമ്യൂണറേഷൻ ഫോർ ദ വർക്ക്. മോട്ടിവേഷൻ, നമ്മളെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതും HR മാനേജ്മെൻറ്റിൻ്റെ ഓപ്പറേറ്റീവ് ഫങ്ഷനാണ്. പേഴ്സണൽ റെക്കോർഡ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. മെയിൻറ്റെയിനിങ് എ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ജനറൽ പബ്ലിക് and the company is the main function of an HR management. HR മാനേജ്മെൻറ്റിൻ്റെ ഒരു മെയിൻ ഫങ്ഷനാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കുമായിട്ട് നമ്മുടെ കമ്പനിയുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് HR മാനേജ്മെൻറ്റിൻ്റെ ഓപ്പറേറ്റീവ് ഫങ്ഷനിൽ വരുന്ന മെയിൻ ഫങ്ഷനാണ്. നെക്സ്റ്റ് ഈസ് ഇവാലുവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ എവല്യൂഷനാണ് നമ്മൾ പറയുന്നത്. പീരിയഡ് ബിഫോർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. നമ്മൾക്കറിയാം the society was primarily an agricultural economy and the production was limited. Number of the നമ്മൾക്കറിയാം ഈ 1750 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷം 1750 മുമ്പൊക്കെ നമ്മുടെ അഗ്രികൾച്ചർ ആയിരുന്നു, നമ്മുടെ എക്കോണമി അഗ്രികൾച്ചറിൽ ബേസ്ഡ് ആയിരുന്നു. പ്രൊഡക്ഷനൊക്കെ ലിമിറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്രാഫ്റ്റുകളും കാര്യങ്ങളും ചെയ്യുന്നവരൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് അവർ കൂടുതലായിട്ടും ഓരോ സബ്സിസ്റ്റം ബേസിലായിട്ട് വർക്ക് ചെയ്തവരോ ഒന്നുമല്ല. ഇറ്റ്സ് നോട്ട് agriculturally based ആയിട്ട് യൂഷ്വലി ക്യാരിഡ് ഔട്ട് വിത്തിൻ ദ വില്ലേജ് ഓർ കമ്മ്യൂണിറ്റി വിത്ത് ട്രെയിനീസ് അസിസ്റ്റിംഗ് ദ മെയിൻ ക്രാഫ്റ്റ്മെൻ. കമ്മ്യൂണിക്കേഷൻ ചാനൽ വേർ ആൾസോ ലിമിറ്റഡ്. അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഒരു കമ്പനി ബേസ് ആയിട്ടായിരുന്നില്ല പീരിയഡ് ഓഫ് ബിഫോർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുമ്പ് നടന്നിരുന്നത്. നെക്സ്റ്റ് ഈസ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പീരിയഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന കൺസെപ്റ്റിന് ഏകദേശം അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫങ്ഷന് എക്കോണമിയിൽ തുടക്കമിടുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഹെൽപ്പ് ടു കൺവേർട്ട് എക്കോണമി ഫ്രം അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ബേസ്ഡ് വൺ. മോഡേണൈസേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗിവ് വേ ഇൻഡസ്ട്രിയൽ സെറ്റപ്പ്. എ ഡിപ്പാർട്ട്മെൻറ്റ് വാസ് സെറ്റപ്പ് ടു ലുക്ക് ഇൻ ദ വർക്കേഴ്സ് വേജസ്. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സെറ്റപ്പ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? വർക്കേഴ്സിൻ്റെ വേജസ്, കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ വെൽഫെയർ, അതർ ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അവിടെയാണ് മെയിൻലി ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ വരുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വർക്കേഴ്സ് വേജ് സാലറീസ്, വർക്കേഴ്സ് റെക്കോർഡ് മെയിൻ്റനൻസ്, വർക്കേഴ്സ് ഹൗസിങ്, ഇത്രയും കാര്യങ്ങളായിരുന്നു ആ ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിനായിട്ട് വന്നിരുന്നത്. നെക്സ്റ്റ് ഈസ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മീൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സോ എ മേജർ റെവല്യൂഷൻ ആഫ്റ്റർ 1815 ശേഷമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള റെവല്യൂഷൻ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്നത്. അവിടെ നമ്മൾ ഈ അതായത് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ HRM ആൾ ടുഗദർ എ ന്യൂ മീനിങ് ഓഫ് ഇമ്പോർട്ടൻസ്, എ ബ്രീഫ് റിവ്യൂ മേജർ തിയറീസ് റിലീസ്ഡ്. ഇവിടെയാണ് കൂടുതലായിട്ട് നമ്മൾ ഒരുപാട് തിയറികളൊക്കെ, അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ കൂടുതൽ തിയറീസൊക്കെ കടന്നു വരുന്നത്. ഇത് ഇങ്ങനെ കൈകാര്യം ചെയ്യണോ, അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് കടന്നു വരുന്നത്. നെക്സ്റ്റ് ഈസ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ ആരാ? നമ്മൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹു ഇസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? FW ടൈലറാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. ഗേവ് എ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ലെഡ് ടു ദ എവല്യൂഷൻ ഓഫ് സയൻറ്റിഫിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അപ്രോച്ച് വാസ് ഇൻവോൾവ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ വർക്കേഴ്സിന് വേജ് സെറ്റ് ചെയ്യുന്നത് വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരുന്നു ഇതിൽ
പീരീഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ബേസിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നു. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന എവല്യൂഷൻ സാധിച്ചപ്പോൾ, അല്ലെങ്കിൽ FW ടൈലറിൻ്റെ ആ ഒരു തിയറി വന്നപ്പോൾ അതിലേക്ക്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്കേഴ്സിൻ്റെ ട്രെയിനിങ്, അതേപോലെ തന്നെ മെയിൻറ്റെയിനിങ് വേജ് യൂണിഫോമിറ്റി, ഫോക്കസ് ഓൺ അറ്റൈനിങ് ബെറ്റർ പ്രോഡക്റ്റിവിറ്റി, അവരുടെ പ്രോഡക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് നൽകുക എന്നുള്ള കാര്യങ്ങളും കൂടി അതിലേക്ക് വന്നു. നെക്സ്റ്റ് ഈസ് ഹോത്തോൺ സ്റ്റഡീസ്. ഹോത്തോൺ സ്റ്റഡീസ് വാർ കണ്ടക്റ്റഡ് ബൈ എൽട്ടൺ മായോ ആൻഡ് in 1927 to 1940. Observation and findings of experiment shifted the focus of human resource from increasing workers productivity to increase workers efficiency. വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിൽ അധികമായിട്ട് വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടാനുള്ള, അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള സ്റ്റേജിലേക്ക് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന് ശേഷം ഹോത്തോൺ സ്റ്റഡീസ് വന്നു. ഹോത്തോൺ സ്റ്റഡീസിന് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ്. പ്രോഡക്റ്റിവിറ്റി കൂട്ടുന്നതിലധികമായിട്ട് വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ള കാര്യത്തിലേക്ക്. വർക്കേഴ്സ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് ഹ്യൂമൻ ബീയിങ്. വർക്കേഴ്സിനെ ഹ്യൂമൻ ബീയിങ് ആയിട്ട് കൺസിഡർ ചെയ്യുക എന്ന് വെച്ചാൽ മെഷീനായിട്ട് കൺസിഡർ ചെയ്യാതെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ്സ്. ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ്സ് ആൻഡ് എംപ്ലോയി മോട്ടിവേഷൻ ഗാതേർഡ് മൂവ്മെൻറ്റ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. സെവറൽ തിയറീസ് ആൻഡ് അണ്ടർടേക്കിംഗ്. അതായത് ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ് സ്റ്റേജിൽ നമ്മൾ കൂടുതലായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ നീഡ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഈ ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ സംബന്ധിച്ച്. ഇതാണ് പിന്നീട് തിയറി ഓഫ് എക്സ് ആൻഡ് വൈ. തിയറി ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ഡഗ്ലസ് MC ഗ്രിഗർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം കൊണ്ടുവന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് എക്സ് ആൻഡ് തിയറി ഓഫ് വൈ. തിയറി ഓഫ് എക്സ് മീൻസ് എക്സ്പ്ലെയിൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹൈറ്റൻഡ് സൂപ്പർവിഷൻ. ഒരു വർക്കേഴ്സിൻ്റെ സൂപ്പർവിഷൻ ഈ തിയറി ഓഫ് എക്സിലുള്ള മാനേജേഴ്സ് എടുക്കുന്നത് അവരുടെ സൂപ്പർവിഷൻ, അവരുടെ എംപ്ലോയീസിന് കൂടുതലായിട്ട് എക്സ്റ്റേണൽ റിവാർഡ്സ് കൊടുക്കുക, തെറ്റ് എഴുതി കഴിഞ്ഞാൽ പെനാൽറ്റീസ്, ഇത്രയും കാര്യങ്ങളിലൂടെയാണ് തിയറി ഓഫ് എക്സ്പ്ലെയിൻസ്. തിയറി ഓഫ് എക്സ് എന്ന് പറയുന്നത് അതായത് മാനേജേഴ്സ് ഇതിലുള്ള എംപ്ലോയീസ് ലേസിനെസ് ഉള്ളവരും ലെസ് ഇൻ്റലിജൻസും ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ കൂടുതലായിട്ട് സൂപ്പർവൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവർ നല്ല വർക്ക് ചെയ്യുന്നതിന് വേണ്ടി എക്സ്റ്റേണൽ റിവാർഡ്സ് കൊടുക്കുക, ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റീസ് കൊടുക്കുക. തിയറി ഓഫ് വൈയിൽ വിത്തൗട്ട് ഡയറക്റ്റ് സൂപ്പർവിഷൻ, അവർ ഡയറക്റ്റായിട്ട് സൂപ്പർവിഷൻ ചെയ്യില്ല, മോട്ടിവേറ്റിംഗ് റോളായിരിക്കും മാനേജേഴ്സിന്. തിയറി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് വൈയിലുള്ള മാനേജേഴ്സിന് അവരുടെ എംപ്ലോയീസ് അവർ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് നൽകുക, അവർ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. Human capital can be defined as the collective stock of bills, attributes, knowledge and expertise of employees which further plays a virtual role in increasing the productivity of the organization. Human capital management can be defined as the process of acquiring, training, managing, relating employees of them. Human capital management എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസിനെ അക്വയർ ചെയ്യുക, അവർക്ക് ട്രെയിനിങ് നൽകുക, അവരെ മാനേജ് ചെയ്യുക, റിട്ടൈനിങ് ഓഫ് എംപ്ലോയീസ് ഫോർ ദം ടു കോൺട്രിബ്യൂട്ട് എഫക്റ്റീവ്ലി ദ പ്രോസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സസിനെ അക്വയർ ചെയ്ത് ട്രെയിൻ ചെയ്യുക, അവരെ മാനേജ് ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റീസാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ നടക്കുന്നത്. നെക്സ്റ്റ് ഈസ് അപ്രോച്ചസ് ടു HRM. എന്തൊക്കെ അപ്രോച്ചസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നടക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അപ്രോച്ചസ്. ഫസ്റ്റ് ഈസ് സിസ്റ്റം അപ്രോച്ച്. A system approach is said to be a set of elements joined together for a common objective. A system is composed for small elements known as subsystems that are interdependent. നമുക്കറിയാം, ഒരു കോമൺ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോമൺ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് സബ്സിസ്റ്റത്തെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനാണ് സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്.
അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് നമുക്കറിയാം സബ്സിസ്റ്റം ആയിട്ട് ഫിനാൻസ് സബ്സിസ്റ്റം, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, പർച്ചേസിങ്. അപ്പം ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സിന് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിന് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സിസ്റ്റം അപ്രോച്ച് എന്നതാണ് സിസ്റ്റം അപ്രോച്ച്. എ സിസ്റ്റം ഈസ് സെഡ് ടു ബി എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ജോയിൻ ടുഗദർ ഫോർ എ കോമൺ ഒബ്ജക്റ്റീവ്സ്. എ സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഫോർ സ്മോൾ എലമെൻറ്റ്സ് നോൺ ആസ് സബ്സിസ്റ്റം ദാറ്റ് ആർ interdependent and interrelated. Next is classical approach. Classical approach എന്ന് പറഞ്ഞാൽ മാച്ചിങ് മോഡൽ ഓർ ബെസ്റ്റ് ഫിറ്റ്. മാച്ചിങ് മോഡൽ എന്നും ബെസ്റ്റ് ഫിറ്റ് എന്നും അപ്രോച്ച് എന്ന് ഈ അപ്രോച്ചിനെ പറയാം. തിയറി ഓഫ് എക്സ് ഈസ് മോർ ഫോക്കസ്ഡ് ഓൺ ദ കമ്പനീസ് നേച്ചർ. തിയറി ഓഫ് എക്സ് ക്ലാസിക്കലി വ്യൂസ് ടു ലേസിനെസ്. നമ്മൾക്കറിയാം, അതായത് സെലക്ടിങ് റൈറ്റ് പേഴ്സൺ ടു ദി റൈറ്റ് ജോബ് എന്നുള്ളതാണ് ക്ലാസിക്കൽ അപ്രോച്ചിൽ മെയിൻലി പറയുന്നത്. എന്നിട്ട് അവരുടെ ജോബ് അപ്രൈസ് ചെയ്യുക, അവർക്ക് റിവാർഡ് കൊടുക്കുക, അവരെ ഡെവലപ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്ലാസിക്കൽ അപ്രോച്ചിലൂടെ നമ്മൾ പറയുന്നത്. സെലക്ടിങ് മാച്ചിങ് ദ പീപ്പിൾ ഫോർ ജോബ്സ്. ഓരോ ജോബിനും മാച്ച് ആയിട്ടുള്ള ആളുകളെ, റൈറ്റ് പേഴ്സൺ ടു ദി റൈറ്റ് ജോബ് എന്നുള്ളത് അപ്രൈസ് ചെയ്യുക. ആ ഒരു പേഴ്സണിൻ്റെ ജോബിന് നമ്മൾ സെറ്റ് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് അവരുടെ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ റിവാർഡ്സ് കൊടുക്കുക. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സ്കിൽഫുൾ എബിലിറ്റീസ്. ആ ഒരു എംപ്ലോയിയുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നൽകുക. നെക്സ്റ്റ് ഈസ് മെക്കാനിക്കൽ അപ്രോച്ച്. മെക്കാനിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വർക്കേഴ്സ് ഇസ് ട്രീറ്റഡ് ജസ്റ്റ് ലൈക്ക് എ മെക്കാനിക്സ് മെഷീൻസ്. ദിസ് ആർ ട്രീറ്റഡ് ആസ് സ്പെഷ്യലൈസ്ഡ് മെഷീൻസ്. വർക്കേഴ്സ് ആൾസോ, നമ്മൾ മെക്കാനിക്കൽ അപ്രോച്ചിൽ വർക്കേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു മെഷീനായിട്ടാണ്. നമ്മൾക്കറിയാം, മെഷീൻ എന്ന് പറയുമ്പോൾ ഓരോ ഓർഗനൈസേഷന് ചീപ്പസ്റ്റ് വേയിൽ കണ്ടെത്തുക, എന്നിട്ട് മാക്സിമം അതിനെന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മെഷീൻ്റെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ മെക്കാനിക്കൽ അപ്രോച്ചിൽ വർക്കേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഒരു മെഷീനായിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ ഉപയോഗപ്പെടുത്തുക, നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതൊക്കെയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വർക്കേഴ്സ് ആർ ഹയർഡ് ആസ് എ ചീപ്പ് ആസ് പോസിബിൾ. Workers are discarded after they are exploited just like machines. Production is the only concern influenced by scientific management concept. ഇത്രയാണ് മെക്കാനിക്കൽ അപ്രോച്ചിൽ പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഹാർവാർഡ് ബിസിനസ് സ്കൂൾ മാപ്പ് ഓർ മോഡൽ ഓഫ് HRM എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. സിസ്റ്റം അപ്രോച്ച് എന്നുള്ളത് നമ്മൾ എന്തെന്ന് പഠിച്ചു. ഇനി ഹാർവാർഡ് ബിസിനസ് സ്കൂൾ മോഡൽ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഈ ഹാർവാർഡ് ബിസിനസ് സ്കൂൾ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് പ്രോബബ്ലി ദ മോസ്റ്റ് സെമിനൽ മോഡൽ ഓഫ് HRM ആൻഡ് ഹി ഹാസ് മേജർ ഇൻഫ്ലുവൻസ് ഓഫ് അക്കാദമിക് ഡിബേറ്റ് ഓൺ ദ സബ്ജക്ട്. ദ ഹാർവാർഡ് ഇൻ്റർപ്രിട്ടേഷൻ സീസ് എംപ്ലോയീസ് ആസ് റിസോഴ്സസ്. എംപ്ലോയീസിനെ ഒരു റിസോഴ്സസ് ആയിട്ടാണ് ഹാർവാർഡ് ബിസിനസ് സ്കൂൾ മാപ്പിൽ നമ്മൾ കണക്കാക്കുന്നത്. ദേ ആർ വ്യൂഡ് ദ ബീയിങ് ഫണ്ടമെൻ്റലി ഡിഫറെൻറ്റ് ഫ്രം അതർ റിസോഴ്സസ്. ദേ കനോട്ട് ബി മാനേജ്ഡ് ഇൻ ദ സെയിം വേ. ദ സ്ട്രെസ് ഈസ് ഓൺ പീപ്പിൾ ആസ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ അതർ റിസോഴ്സസ് പോലെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ സ്ട്രെസ്സ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹാർവാർഡ് ബിസിനസ് സ്കൂൾ മാപ്പ് അല്ലെങ്കിൽ ആ ഒരു മോഡൽ ഓഫ് HRM എന്ന് പറയുന്നത്. അവരുടെ സ്ട്രെസ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട ട്രെയിനിങ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഇമോഷൻസ് ഫീലിങ്സ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആ 4 HR പോളിസീസ് ഇൻ ദിസ് ഏരിയ: ഹ്യൂമൻ റിസോഴ്സ് ഫ്ലോസ്, റിവാർഡ് സിസ്റ്റം കൊടുക്കുക, എംപ്ലോയീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, വർക്ക് സിസ്റ്റം. നെക്സ്റ്റ് ഈസ് 4 C's ഓഫ് HR പോളിസീസ് ദാറ്റ് ഹാവ് ടു ബി അച്ചീവ്ഡ്. എന്താണ് 4 HR പോളിസീസ് ലീഡ് ടു ദ ഫോളോയിങ് 4 C's. ഫസ്റ്റ് ഈസ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദി എംപ്ലോയീസ്, കോൺഗ്രൻസസ്, കോമ്പിറ്റൻസീസ്, കോസ്റ്റ്, എഫക്റ്റീവ്നെസ്.
നെക്സ്റ്റ് ഈസ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. എന്താണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേഴ്സണൽ മാനേജ്മെൻറ്റ് ഈസ് primarily concerned with the management of personnel at work and their interpersonal relations. Personal management is the recruitment, selection, development, utilization of and accommodation to human resource by the organization. ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവരുടെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. ഇസ് ദ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ്, യൂട്ടിലൈസേഷൻ, ഇതെല്ലാം പേഴ്സണൽ മാനേജ്മെൻറ്റിൽ മെയിൻലി വരുന്നത്. പേഴ്സണൽ മാനേജ്മെൻറ്റ് പ്രൈമറിലി കൺസേൺഡ് വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് എ പേഴ്സണൽ അറ്റ് വർക്ക്. അവരുടെ വർക്കിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ വർക്കിൽ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യുക ആൻഡ് ദെയർ ഇൻ്റർ പേഴ്സണൽ റിലേഷൻസ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്തൊക്കെയായിരിക്കും? പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്: മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുക, കൺസേൺഡ് വിത്ത് എംപ്ലോയീസ്, കണ്ടിന്യൂസ് നേച്ചറാണ്, അതായത് നോൺ എൻഡിങ് പ്രോസസ്സായിട്ടാണ് ഈ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഫോർമുലേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക, ഗോൾ ഓറിയൻറ്റഡ് ആണ്. ക്രിയേഷൻ ഓഫ് കോഗ്നിക്കൽ അറ്റ്മോസ്ഫിയർ എൻഷുർ സോഷ്യൽ എക്കണോമിക്. സ്കോപ്പ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ് നമ്മൾക്കറിയാം. പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. എംപ്ലോയ്മെൻറ്റ് ഓഫ് പേഴ്സൺ, ഡെവലപ്മെൻറ്റ്, സെറ്റിംഗ് അപ്പ് ഓഫ് പ്രൊമോഷൻ സ്ട്രാറ്റജി ആൻഡ് പോളിസീസ്, ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. സ്കോപ്പ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റിലാണ് നമ്മൾ ജോബ് അനാലിസിസ് ചെയ്യുന്നതും ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്നതും, എന്തൊക്കെയാണ് ആ ജോബിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ജോബ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, കോമ്പൻസേഷൻ കൊടുക്കുന്നതും വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യുന്നതെല്ലാം സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റിലാണ്. അതിൻ്റെ പേഴ്സണൽ റെക്കോർഡ്സ് ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഹാസ് വൈഡ് സ്കോപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. നെക്സ്റ്റ് ഈസ് similarities between personal management and human resources. Both model emphasizes the importance of integrating personal and HRM practices with organizational goals. രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷൻ്റെ ഗോളിന് ഇമ്പോർട്ടൻ്റ് നൽകിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബോത്ത് മോഡൽസ് ആർ വെസ്റ്റഡ് വിത്ത് മാനേജ്മെൻറ്റ്. HRM and personal management gives importance to individuals, their development. HR മാനേജ്മെൻറ്റും അതേപോലെ തന്നെ പേഴ്സണൽ മാനേജ്മെൻറ്റും ബോത്ത് ആർ ഗിവ് പേഴ്സണൽ ആയിട്ടുള്ള, അതായത് ഹ്യൂമൻ റിസോഴ്സസ്, ഒരു കമ്പനിയുടെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റും അവരുടെ റെമ്യൂണറേഷനും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അച്ചീവിങ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് നൽകുന്നത് ഇത്രയും കാര്യങ്ങൾക്കെല്ലാം. ബോത്ത് ഗിവ് എംഫസസ് ഓൺ അപ്പോയിൻറ്റ്. രണ്ടുപേരും അല്ലെങ്കിൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടും ഒരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസാണ് എന്തിനു വേണ്ടിയിട്ടുള്ള? ടു അപ്പോയിൻറ്റിങ് റൈറ്റ് പേഴ്സൺ അറ്റ് റൈറ്റ് പൊസിഷൻ അറ്റ് റൈറ്റ് ടൈം എന്നാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ സിമിലാരിറ്റീസ് പറഞ്ഞു, ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. Human resource management gives emphasis not only employee development but also development of management team. അതായത് ഓർഗനൈസേഷൻ ഹ്യൂമൻ റിസോഴ്സ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അവരുടെ ട്രെയിനിങ്, അവരുടെ എന്താ പറയുക, വേജസ്, കോമ്പൻസേഷൻ, അവരുടെ സെലക്ഷൻ, ട്രെയിനിങ്, അങ്ങനത്തെ കാര്യങ്ങൾക്കായിരിക്കും പേഴ്സണൽ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. ബട്ട് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നോട്ട് ഓൺലി എംപ്ലോയി ഡെവലപ്മെൻറ്റ് ബട്ട് ആൾസോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ മാനേജ്മെൻറ്റ് ടീം, അവർ ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അവർ പ്രവർത്തിക്കും. ഇറ്റ് ഈസ് എമേർജ്ഡ് ബൈ ലേറ്റ് 70s പേഴ്സണൽ മാനേജ്മെൻറ്റ് പ്രൊസീഡ്സ് HRM. HRM treat people as an asset to be used for the benefits of an organization. Treat labor as a tool which is expandable and replaceable. നമ്മൾക്കറിയാം പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ലേബറായിട്ട്, ഒരു തൊഴിലാളിയായിട്ടാണ് അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സസിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ട്രീറ്റ് പീപ്പിൾ ആസ് ഹ്യൂമൻ റിസോഴ്സിനെ HRM ട്രീറ്റ് ചെയ്യുന്നത് ഒരു അസറ്റ് ആയിക്കൊണ്ടാണ്. Job categories and grades are many.
ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ജോബ് കാറ്റഗറീസ് ആർ ഒരുപാടുണ്ട്. ഇറ്റ്സ് ഫ്യൂ. കൂടുതലായിട്ടും നമ്മൾ ഒരു ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് സ്ട്രാറ്റജിക് ഓഫ് ഓർഗനൈസേഷൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഓർഗനൈസേഷൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മെയിൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ ഒരു വിഭാഗം എന്നുള്ളതാണ്. ട്രീറ്റഡ് ആസ് റൊട്ടീൻ ആക്ടിവിറ്റി മെയിൻ ഫോർ ഹയറിംഗ് ന്യൂ എംപ്ലോയീസ് ആൻഡ് മെയിൻ പേഴ്സണൽ റെക്കോർഡ്സ്. HRM and competitive advantage. People offer skills, capabilities, system, practices, speeds, language, bonding and behavior to the organization which will help to execute the organization strategy successfully. നമ്മളുടെ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിന് സ്കിൽഫുള്ളായിട്ട് അവർക്ക് ട്രെയിനിങ് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, അവർക്ക് പ്രാക്ടീസ്, അവരുടെ ലാംഗ്വേജ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജീസ് സ്പീഡായിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ HR plans are aligned to business plans. HR managers are becoming strategic partners. Innovation in the importance ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അതായത് ഇന്നോവേഷൻസ്, നമ്മൾ HR പോളിസീസിൽ വരുന്ന ഇന്നോവേഷൻസ് ഓഫ് അതർ എലമെൻറ്റ്സ് ഓഫ് കോമ്പറ്റീവ്, അത് ഒരു ഓർഗനൈസേഷന് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നൽകും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. എന്താണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് the linking of human resources with the strategic goals and objectives of in order to improve business. നമുക്കറിയാം, അതായത് പെർഫോമൻസ് ആൻഡ് ഡെവലപ്പ് ഓർഗനൈസേഷൻ കൾച്ചർ ദാറ്റ് ഫോസ്റ്റർ ഇന്നോവേഷൻ, ഫ്ലെക്സിബിലിറ്റി ആൻഡ് കോമ്പറ്റീവ്. ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് ഗോൾസും ഹ്യൂമൻ റിസോഴ്സ് ഗോൾസും തമ്മിൽ ലിങ്ക് ചെയ്തുകൊണ്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഗോൾസ്, അതായത് ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഗോൾസിനെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ലിങ്കിങ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് വിത്ത് ഹ്യൂമൻ റിസോഴ്സസിനെയും സ്ട്രാറ്റജിക് ഗോൾസ്, ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് ഗോൾസിനെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒന്നിനെയാണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് ഗോൾസ് ആയിരിക്കും നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനുള്ള ഒരു പീരീഡിൽ ഇത്ര അച്ചീവ് ചെയ്യണം എന്നുള്ളതൊക്കെ സ്ട്രാറ്റജിക് ഗോൾസ് ആയിരിക്കും. അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സസിനെ ഉപയോഗപ്പെടുത്തുക, അവരെ പ്ലാൻ ചെയ്യുക എന്നുള്ളതെല്ലാം സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കോൺസെൻട്രേറ്റ് ഓൺ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ദാറ്റ് ഹാവ് ലോങ് ഗോൾസ്. അത് ലോങ് ആയിട്ടുള്ള ഗോൾസിന് വേണ്ടിയിട്ടുള്ളതാണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് ഗോൾസ്. ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സസ് management is enhance the efficiency of the employees through stressing on business hindrances and that take place external human resources. Strategic and traditional HRM. Strategic HRM participates for formulating overall organizational strategic plan. Strategic HRM ഫോർമുലേറ്റ് ചെയ്യുന്നത് ഓവറോൾ ആയിട്ടുള്ള സ്ട്രാറ്റജി, ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് പ്ലാൻ അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും HR ഫങ്ഷൻസ് വിത്ത് കമ്പനി സ്ട്രാറ്റജി വൈൽ HRM ഇസ് ഇൻവോൾവ് ഇൻ ഓപ്പറേഷണൽ ഇഷ്യൂസ്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള HRM എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? ട്രഡീഷണൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഓപ്പറേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ നേരത്തെ പ്രൊക്യൂർമെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ എന്നീ കാര്യങ്ങളിൽ മാത്രം. സ്ട്രാറ്റജിക് HR മാനേജ്മെൻറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫോക്കസിങ് മോർ ഓൺ സ്ട്രാറ്റജിക് റാദർ ദാൻ ഓപ്പറേഷണൽ ഇഷ്യൂസ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്തെങ്കിലായിരിക്കും? സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഓർഗനൈസേഷനിലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, മോർ ദാൻ ഓപ്പറേഷണൽ ഇഷ്യൂസ്. HRM is concerned with the operational. HRM mainly concerned with the operational issues. Strategic HRM has high status and authority, but HRM medium status and authority.
സ്ട്രാറ്റജിക് HRM കോർഡിനേറ്റ് ഓൾ HRM ആക്ടിവിറ്റീസ്. സ്ട്രാറ്റജിക് ആക്ടിവിറ്റീസ് തന്നെ എല്ലാ HRM ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ HRM കോർഡിനേറ്റ് സം HR ഫങ്ഷൻ, ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ് മാത്രമാണ് HRM എന്ത് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്. താങ്ക് യു. നമ്മൾ ഇന്ന് പഠിച്ചത് what is the functions of human resource management, managerial function and operational functions. മാനേജീരിയൽ ഫംഗ്ഷനിലും ഓപ്പറേഷൻസ് ഫംഗ്ഷനിലും പെടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫംഗ്ഷനുകളെ പഠിച്ചു. അതേപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്തെന്ന് പഠിച്ചു. എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പഠിച്ചു. താങ്ക് യു.